ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ തന്നെ കുളി നന എല്ലാം കഴിഞ്ഞ്. ആണോ? അപ്പൊന് ഗുഡ് മോർണിംഗ് പറയുമ്പോ പണ്ടത്തെ ഫീൽ വരുന്നത്. അപ്പൊ രാവിലെ കുളി നന എല്ലാം കഴിഞ്ഞിട്ട് ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണം. ഞങ്ങളെ ഏട്ടന്റെ വീട്ടിലോട്ടാക്കുകയാണ്. ഏട്ടന്റെ വീട്ടിലോട്ടാക്കുകയാണ്. അപ്പൊ നമുക്കിനി അവിടെ ചെന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പൊ സ്കൂളിൽ വിടുവാണോ? യഥാർത്ഥത്തിൽ സ്കൂളിൽ പോവാണെങ്കിൽ അപ്പുക്കുട്ടൻ നിന്ന് കരഞ്ഞ് ബഹളം വെച്ചൊരു പരുവാകും കേട്ടോ. ഇപ്പൊ തന്നെ എണ്ണി ഇരിക്കുക. ഇനി 13 ദിവസമേ ഉള്ളൂ, 12 ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എണ്ണി ഇരിക്കുക സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. മഴ തകൃതിക്ക് പെയ്തിട്ടുണ്ട്. നല്ല തണുപ്പും നല്ല മഴയുമാണ്. നാളെ അപ്പൊ മഞ്ഞ് വരും എന്ന് അപ്പുക്കുട്ടൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇനി ഏട്ടന്റെ വീട്ടിലോട്ട് പോവാം. എന്താ അച്ഛനെ വീഡിയോ എടുത്തില്ല? അല്ലല്ല, എന്നെ കെട്ടിപ്പിടിച്ച അപ്പുക്കുട്ടൻ ഉറങ്ങിയേ. അല്ല 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 അല്ല, ആരെ കെട്ടിപ്പിടിച്ച അപ്പുക്കുട്ടൻ ഉറങ്ങിയേ? അച്ഛനെയും അമ്മയും. മഴയോട് മഴയാട്ടോ പുറത്ത്. അങ്ങനെ വയലൊക്കെ കാണാൻ ഇപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ കായൽ പോലെ കിടക്കും. കുറച്ച് മഴയും കൂടെ തിമർത്ത് പെയ്തു കഴിഞ്ഞാൽ വീട്ടിലോട്ട് വന്നപ്പോൾ ഒരു ഗേറ്റ് മാത്രം തുറന്ന് കിടക്കുന്നു കേട്ടോ. അതിനർത്ഥം ആരോ പുറത്തോട്ട് പോയിട്ടുണ്ടെന്നാണ്. അപ്പൊ ഞാൻ പിന്നെ ഇറങ്ങി 2 ഗേറ്റ് കൂടെ തുറന്നിട്ടു. ചില സമയത്തുണ്ടല്ലോ ഗേറ്റിങ്ങിന്റെ 2 തുറന്നു കിടക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം വഴിയിൽ ഇറങ്ങണ്ടല്ലോ, അകത്തോട്ടങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുടയൊക്കെ പിടിച്ചത് ആ ഗേറ്റ് 2 ഒക്കെ തുറന്നിട്ട് അപ്പുക്കുട്ടനെ മഴ നനയിക്കാതെ പുറത്തിറക്കിയിട്ടാട്ടോ ഞാൻ കയറിപ്പോയത്. അപ്പോഴത്തേനും അച്ഛനായിരുന്നു കേട്ടോ പുറത്ത് പോയത്. അച്ഛൻ മട്ടൻ വാങ്ങാൻ വേണ്ടി പോയതാ. ഇന്നലെ ചിക്കനാ വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ മട്ടനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അകത്തോട്ട് ചെന്നപ്പോൾ അവിടെ തകൃതിക്ക് ഓരോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ രാവിലെ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കാതെ നേരെ ഇങ്ങോട്ടിങ്ങ് പോരുന്നു കേട്ടോ. ഏട്ടൻ പുതിയ കുപ്പി വാങ്ങിച്ചു. ക്യാൻറ്റീനിൽ നിന്ന് കണ്ടാ വാങ്ങിയെന്ന് പറഞ്ഞു. ഇതാണ് ആ കുപ്പി. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ പടിതി എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇനി അത് കഴുകി അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഏട്ടനൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ചേച്ചി കഴിക്കാൻ വേണ്ടി ഇഡ്ഡലി എടുത്തപ്പോഴാണ് നമ്മൾ കയറി വന്നത്. അങ്ങനെ എനിക്ക് 2 വാരിയൊക്കെ തന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഏട്ടൻ്റെ കുപ്പി എടുത്ത് കഴുകാനായിട്ട് എടുത്തപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാ. അതുപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഈ കുപ്പിയുടെ കളർ മൊത്തം അങ്ങ് പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കഴുകിയത് നല്ല തിളച്ച വെള്ളം ഇട്ട് കുലുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ വെള്ളം കൊടുത്തു വിട്ടു കേട്ടോ. നല്ല കുപ്പിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ഭംഗിയൊക്കെ ഈ ഞാൻ പറഞ്ഞ പോലെ 3-4 ദിവസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ സൈഡിലത്തെ കളറൊക്കെ അവിടെ ഇവിടെ ഉരഞ്ഞൊക്കെ അങ്ങ് പോവും. പിന്നെ അച്ഛൻ മട്ടൻ കൊണ്ടുവന്നത് അമ്മ ഈ പാത്രത്തിലോട്ടെല്ലാം കൂടെ തട്ടിയിട്ട് കേട്ടോ. മട്ടൻ കറി ഇന്ന് അമ്മയുടെ മട്ടൻ കറിയാണ് നമ്മുടെ റെസിപ്പി. അമ്മ പറഞ്ഞു ഇത് 1.5 കിലോ മട്ടനാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ പൈസ 900 എങ്ങാണ്ടാന്ന് പറഞ്ഞു. പക്ഷേ 900 രൂപയ്ക്ക് 3 കിലോ ബീഫ് കിട്ടിയാനെ. പിന്നെന്താ 8 കിലോ ചിക്കൻ കിട്ടിയാനെ. ഇങ്ങനെയാട്ടോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേന് ഏട്ടൻ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി. ഇഡലി തിന്നിട്ട് കൊടുത്തോ 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 അങ്ങനെ അതിനല്ലേ കൊണ്ടുവന്നേ. ഇപ്പം ഇഡലി ഇഡ്ഡലി തിന്നിട്ട് കേട്ടോ. ഓക്കെ അമ്മ ഇഡ്ഡലി കൊടുത്തോളാം. ഇനി പ്രത്യേകം ദോശയൊന്നും എനിക്ക് പറ്റില്ല. അമ്മ നിക്ക്, ഞാൻ ഇനി കൊടുത്തിട്ട് വന്നിട്ട് ഉണ്ടാക്കാവേ. ഞാൻ വന്നിട്ട് അടിക്കാൻ ഇടണേ. തൊട്ട് നമുക്ക് റെസിപ്പി ഇടാം. അമ്മ വീട്ടില് ബിരിയാണി റൈസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. അതെയോ? ഞാനാണെങ്കിൽ കഴിഞ്ഞ വട്ടം ആ ക്യാൻറ്റീനിൽ പോയപ്പോ ഒരു പാക്കറ്റ് എടുത്ത്. അമ്മൂമ്മേ അപ്പൊ പറയുന്ന കേട്ടോ, ഈ മഴയത്ത് തണുത്ത വെള്ളമാണോ കുടിക്കുന്നേന്ന്? ഈ മഴയത്ത് ഈ തണുത്ത വെള്ളമാണോ കുടിക്കുന്നേ? ചൂടുവെള്ളം കൊടുക്കും.
അപ്പുക്കുട്ടന് പൊതുവേ ദോശയാണ് കേട്ടോ ഇഷ്ടം. ഇഡ്ഡലി അവൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് വന്നപ്പോൾ അമ്മ പറഞ്ഞത് എന്നാൽ അവന് വേണ്ടി ദോശ ഇടാന്ന്. ഞാനാണെങ്കിൽ ഉള്ളത് കഴിച്ചിട്ട് പോകാൻ പറയും. ഇനി പ്രത്യേകം അവന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കി ശീലിപ്പിക്കേണ്ടെന്ന് പറയും കേട്ടോ. അങ്ങനെ അവനെ ഞാൻ കൊണ്ട് 2 ഇഡ്ഡലി കഴിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പുക്കുട്ടന് തണുത്ത വെള്ളം പറ്റൂല, അവന് ചൂടുവെള്ളമേ പറ്റുള്ളൂ. വീട്ടിൽ ഏട്ടനും ഇതുപോലെ ചൂടുവെള്ളം കേട്ടോ കുടിക്കുന്നത്. എനിക്ക് ചൂടുവെള്ളം ഒട്ടും പറ്റത്തില്ല. എനിക്ക് തണുത്ത വെള്ളം മാത്രമേ പറ്റൂ. എന്ന് വെച്ച് പച്ചവെള്ളം അല്ല കേട്ടോ, തിളപ്പിച്ചാറിയ തണുത്ത വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. അച്ഛനും മോനും നല്ല ചൂടുവെള്ളം കേട്ടോ എപ്പോഴും കുടിക്കുന്നത്. അങ്ങനെ അപ്പുക്കുട്ടന് ആഹാരം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് ചെന്നു. അമ്മ മട്ടൻ കഴുകി നല്ലപോലെ വൃത്തിയാക്കുക കേട്ടോ. അച്ഛൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ നല്ല ഈസി സാമ്പാറൊക്കെ എടുത്തു. ഈസി സാമ്പാറെന്ന് ഉദ്ദേശിച്ചത് ഇന്ന് പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ, തട്ടിക്കുട്ട് സാമ്പാറായിരുന്നു. അപ്പോൾ സാമ്പാറെല്ലാം എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും ഇരുന്നു. അപ്പുക്കുട്ടന് എനിക്കും ചക്കവറ്റിൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ രാവിലത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് അവന് ചക്കവറ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ പൊട്ടിച്ച് കൊണ്ട് കൊടുത്തു. അപ്പോൾ അവനത് കഴിച്ചപ്പോൾ ഞാനും അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. ദേവി എന്നങ്ങാണ്ട എന്തോ ഒരു ഞാൻ പേര് കാണിച്ചു തരാം. നല്ല ചക്കവറ്റിലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ വറുത്ത് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ കവർ നോക്കി വെച്ചിട്ട് ഞങ്ങൾ വൈകിട്ട് പോയപ്പോഴും ഞാൻ അത് തന്നെ പോയി വാങ്ങി. കാരണം അത്രയും നല്ലതായിരുന്നു. സാധാരണ നമ്മൾ ചക്കവറ്റിൽ വാങ്ങുമ്പോൾ വീട്ടിലുണ്ടാക്കിയ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല, ഒരുമാതിരി കട്ടിയൊക്കെ ആയിട്ടിരിക്കും. പക്ഷേ ഇത് നല്ലതായിരുന്നു. നിങ്ങൾ എവിടെങ്കിലും ഈ പാക്കറ്റ് കണ്ടാൽ ഓടിപ്പോയി വാങ്ങിച്ചോ, സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇച്ചിരി എടുക്കട്ടെ. താങ്ക് യു. ചിക്കനും ബീഫും ഒക്കെ ഞാൻ ഇതുവരെ വച്ചിട്ടുള്ളൂ കേട്ടോ. മട്ടന്, പോർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ വച്ചിട്ടില്ല. അപ്പോൾ അമ്മ എവിടെ ഇരുന്ന് എനിക്കിതിങ്ങനെ പറഞ്ഞു തരികയാണ്. അതായത് പോത്തിൻ്റെ അത്രയും വേവൊന്നുമില്ല മട്ടന്, അത് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു സൈഡിലോട്ട് അമ്മ ഇതങ്ങ് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പോത്തിന് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല രുചി, അത്രേ ഉള്ളൂ. അല്ല ഇതിന് മതിരിക്കത്തില്ലയോ അമ്മ? ഇല്ല, മട്ടന് അടിപൊളിയാ. കുരുമുളക് കൂട്ടിയിടും. ഞങ്ങൾ മുമ്പ് വാങ്ങിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചാ വെക്കുന്നത്. അതുകൊണ്ട് അച്ഛനെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോ അച്ഛൻ പറഞ്ഞ അല്ലാതെ ചാറ് കുറുകിയും അരപ്പെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലോട്ട് വേവിക്കാൻ വേണ്ടി ഇട്ട് വെക്കുകയാണ്. ബീഫിന് ഞാൻ 6 വിസിലടിക്കും. ഇവിടെ 8 അടിക്കും. ഞാൻ 6 അടിക്കും. 8 അടിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകും. ഞാൻ വേവാൻ വേണ്ടിയിട്ട് 8 അടിക്കും. 6ന്റെ ഫുള്ള് പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറക്കും. ഇവിടെ ഇല്ലയോ? കരിയാപ്പില ഇട്ടാൽ നല്ല മണം വരും. ബീഫ് ഇച്ചിരി വരട്ടി അങ്ങോട്ട് എടുക്കുന്നതിന്റെ ടേസ്റ്റ് എനിക്കൊന്നും തോന്നാറില്ല. നടക്കാം. പണ്ട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് കൊണ്ടുവരുമ്പോഴും അതിന് മുമ്പും ബീഫ് കഴിക്കും. ഇപ്പഴാണ് എല്ലാരും ഈ കഴിക്കുന്നേ, പണ്ട് അത്ര ഇല്ലല്ലോ. പക്ഷെ എന്റെ അമ്മമാരൊക്കെ ഇവരാരും കഴിക്കുന്നില്ല. വീട്ടിലും ഇപ്പഴാ ബീഫൊക്കെ ഇതാകുന്നത്. ആരാ അത്? ഇതാണോ ഇയാൾക്കാണ് വീഡിയോയിൽ വരേണ്ടത്? പേരെന്താ? നക്ഷത്ര. ഓക്കെ. ടീച്ചറെ ഇന്ന് ചോദ്യം ചോദിച്ചാടി കൊടുക്ക് ടീച്ചറെ. നക്ഷത്ര സീരിയലൊന്നും കാണിക്കാൻ സമ്മതിക്കാതെ എന്റെ വീഡിയോ മാത്രം ഇടുന്നു. പാവം. ഇയാള് വീഡിയോ എടുക്കാൻ നടന്നിട്ട് പിള്ളേരൊക്കെ മേക്കപ്പ് ഇട്ട് വന്നാണ്. ആന്നാ? അതെ. ഇതിപ്പോ എല്ലാരും വീട്ടിൽ ഇരുന്ന ഡ്രസ്സുമായിട്ടൊക്കെ ഒന്നുകൂടെ പറയോ കമ്പ് വെച്ച് അടി തരാനാന്ന്? ഒന്നുകൂടെ പറയോ കമ്പ് വെച്ച് അടി കൊടുക്കാനുള്ളതാന്ന്? പിള്ളേരെ തല്ലിയ കേസാ. ടൂട്ടു ചേച്ചി നാളെ വൈറലാവും.
അടുക്കളയിലെല്ലാം വേവിക്കാൻ വെച്ചിട്ട് ഞാനും അമ്മയും കൂടി ഇങ്ങ് സിറ്റൗട്ടിൽ വന്നിരുന്നില്ല. പറയുന്ന പോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തെന്ന് പറയുന്ന പോലെ അടുക്കളയിൽ നിന്ന് ഞങ്ങൾ സിറ്റൗട്ടിൽ വന്നിരുന്ന കാര്യം പറയാം കേട്ടോ. അമ്മ എപ്പോഴും പഴയ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അച്ഛൻ്റെ അമ്മയില്ലേ, അതായത് എൻ്റെ അമ്മയുടെ അമ്മായിയമ്മ ഇങ്ങനെ തക്കാളിക്കറി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, തക്കാളി കൂട്ടാത്ത അമ്മ വരെ ആ തക്കാളി കറി കൂട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി അതിൻ്റെ റെസിപ്പി എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ട് തരാം. അതിൻ്റെ ഇടയിൽ അപ്പുക്കുട്ടൻ്റെ പ്ലെയിൻ പൊട്ടിപ്പോയി, അത് ഒട്ടിച്ച് തരുമോ എന്നും പറഞ്ഞ് പുറയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഉച്ചക്കത്തേക്ക് കറിക്ക് കൂമ്പ് വെട്ടാന്ന് പറഞ്ഞു നിന്നപ്പോൾ മഴയൊന്ന് തോന്നിട്ട് ഇറങ്ങാന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഇച്ചിരി മഴയൊന്ന് തോരട്ടെന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടാ, ഇതെല്ലാം കളിക്കാൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ പറക്കി വെക്കണം കേട്ടോ. കേട്ടോ? ഓക്കെ പറ. എന്ത് സങ്കടം? മോൻ കളിച്ചോ? എന്റെ കൈ. ആ ഓക്കെ. നാരങ്ങ വെള്ളം കൊണ്ടിട്ടു. അതിന് ഒട്ടത്തില്ലടാ. നോക്കട്ടെ, ഒരെണ്ണം മതി. അച്ഛൻ കൂമ്പെല്ലാം ഇട്ട് തന്നപ്പോഴാട്ടോ അമ്മ വന്ന് പറഞ്ഞു മീൻ വന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ മീൻ നോക്കാൻ വേണ്ടി പോവാട്ടോ. അമ്മ അതോ അവിടെ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും ലേറ്റായിട്ടാണ് ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ ഓടി ഞാൻ ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചു വേറെ ആരാണ് വേറൊരു ആരെങ്കിലും മീൻ വാങ്ങിച്ചോണ്ടല്ലോ. നാസ്രണ്ണൻ എന്തി ചോദിക്കുന്ന. ഞാൻ പറഞ്ഞു നാസ്രണ്ണൻ സീച്ചേട്ടന്റെ വീടിന്റെ അടുത്ത്. മത്തി വാങ്ങിച്ചു അപ്പുറത്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരത്തില്ലയോ. അപ്പൊ നാസ്രണ്ണൻ എന്തി? അതാ ഞാൻ കാശ് കൊടുക്കാം. എങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. എന്നാ അമ്മയ്ക്ക് 150 രൂപയ്ക്ക് എടുത്ത് ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരാം. എന്നിട്ട് ഇന്ന് എനിക്കൊരു പൊതിച്ചോറുണ്ടാക്കി തരണം. വേണ്ട, കൊടയൊന്നും വേണ്ട, അമ്മ പിടിച്ചോ. ഞാൻ പോയി എടുത്തോണ്ട് വരാം. 300 രൂപയോ? ആ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാം. എന്നാ അമ്മ ഞാൻ വെട്ടിച്ചു കൊല്ലുന്നു. ഓക്കെ, എടുത്തോ. എത്ര ലൈക്ക് വേണം അറിയത്തില്ലടാ. ചെന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ അതെ, അമ്മയ്ക്ക് ഒരു പണി കൊടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ മീൻ വാങ്ങി തന്നാ എനിക്കത് വെട്ടി വറുത്ത് തരുമോ? തരാന്ന് പറഞ്ഞു. ചൊമ്പം കോര. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിത്തരാം. എന്താ ഒന്നും രണ്ടും അല്ല, 1 കിലോ. ഓക്കെ, മുഖത്തെ പുഞ്ചിന് നോക്കി. ഞാനൊന്ന് സൂം അടിക്കട്ടെ. അയ്യോടാ, ഞാനിന്ന് ബാഗും എടുത്തോണ്ട് വന്നോണ്ട് പൈസയുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നു പറ അങ്ങോട്ട്. എടുത്തപ്പോഴത്തേക്കേ പിള്ളേരെല്ലാം വിളി തുടങ്ങി. എന്നെ എടുക്കുന്നത് എല്ലാരും ഫേമസ് ആവും. എല്ലാരും കണ്ട് ഇപ്പൊ എല്ലാരും വിളിയോട് വിളി. 5 മണിക്ക് നടക്കും. കൊണ്ടുവന്നോ, വീട്ടിൽ കൊണ്ടുവന്നോ? ഞാൻ അവിടെ നിന്നിട്ടോ. പഴയ കണ്ടാ മണിയാണ്. ബദിരികളല്ലേ? ഞാനും കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ഇട്ടൊരു പണി കൊടുത്ത് ഞാൻ ട്രോളിങ്ങാ. 100 രൂപയ്ക്ക് 4 ആളെ 5 ആളെയൊക്കെ. അതുകൊണ്ട് നമുക്ക് പക്ഷേ ഇതിലാകുന്നുണ്ട് രണ്ടെണ്ണം അധികമൊക്കെ. അമ്മ ഇങ്ങോട്ട് ഓടി അടുക്കളയിലോട്ട് വന്ന് പാത്രം എടുത്ത് മീൻ വെട്ടാൻ വേണ്ടി അങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം എല്ലാവർക്കും കൂടെ മീൻ വറക്കും കൂടെ ചെയ്യാലോന്ന് വിചാരിച്ചിട്ട്. മാംസം ഇല്ല, തല എടുക്കുന്നോണ്ട് ഇതിന്റെ അകത്ത് കല്ലാണ്. അങ്ങനെ അമ്മ വേഗം 12 മണിയായില്ലേ അമ്മ? അതുകൊണ്ട് പെട്ടെന്ന് അമ്മ മീൻ റെഡിയാക്കുക.
വെട്ടാൻ കുറച്ച് പാടാണെങ്കിലും കറി വെച്ചാൽ നല്ല ടേസ്റ്റാ. ഇന്ന് ഞാൻ വായിലും തലയൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ. ഇനി തലയിൽ മാംസം ഒന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇതെല്ലാം അങ്ങ് മുറിച്ച് കളയോ. ഞാൻ മറ്റൊരു ഭംഗിക്ക് വേണ്ടിയൊക്കെ വച്ചതാ അല്ലേ അമ്മ? അതുകൊണ്ട് ഞങ്ങൾ ഇന്നങ്ങ് മുറിച്ച് കളയുക മൊത്തം. ഞങ്ങൾ ഇന്ന് മൊത്തം മുറിച്ച് കളയുക. അമ്മ ഒരു ഇച്ചിരി നേരം കൊണ്ട് മീനെല്ലാം കണ്ടിച്ച് ദാന്നും പറഞ്ഞ് എണീറ്റ് വരും കേട്ടോ. ഭയങ്കര സ്പീഡാ. നമ്മ പെട്ടെന്ന് കട്ട് ചെയ്ത് എഴുന്നേറ്റിങ് പോരും. എനിക്ക് മനസ്സിലായില്ലടി, എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത്. എന്റെ ദേഹം മൊത്തം ആ വെള്ളമായിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഷാമ്പു ഇടും അതിന് മുമ്പ്. എന്നാ അകത്ത് പോ. ആ കഷ്ടം തന്നെ. അകത്ത് പോ, അകത്ത് പോ. ഞാൻ പുറത്ത് പ്രിയങ്ക ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് മസാല അങ്ങ് അടുപ്പത്തോട്ട് ഇട്ട് കേട്ടോ. മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം അടുപ്പത്തോട്ടിട്ട് വരട്ടി. അപ്പം ഞാൻ വന്നിട്ട് മീൻ വറക്കാനുള്ള അരപ്പൊക്കെ തേക്കുകയാണ് കേട്ടോ. ഇന്ന് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, ഉപ്പും കരിയാപ്പിലയും മാത്രം ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഇന്ന് ചെയ്യുന്നത്. സമയമുള്ള ദിവസമാണെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ഈ പൊടികളെല്ലാം ഞാൻ ചേർത്താണ് കുഴച്ചെടുക്കുന്നത്. ഇന്ന് പിന്നെ ഒട്ടും സമയമില്ല. കാരണം മീൻ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. മീൻ വേണ്ടാന്നുള്ള തീരുമാനത്തിലായിരുന്നു. പിന്നെ അമ്മ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചതാട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് മീൻ്റെ അകത്ത് അരപ്പെല്ലാം തേച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചമ്മന്തിക്ക് അരയ്ക്കുകയാണ് കേട്ടോ. ഞാൻ പൊക്കി പറയല്ല, എൻ്റെ ചമ്മന്തിയുടെ റെസിപ്പി അത്രയും ടേസ്റ്റാണ്. കാരണം ചമ്മന്തി ഒട്ടും കഴിക്കാത്ത സീച്ചേട്ടൻ വരെ ചമ്മന്തി കഴിക്കും. അങ്ങനെ ഞാൻ ചമ്മന്തിക്ക് അരപ്പെല്ലാം ഇട്ടിട്ട് അമ്മയോട് അതങ്ങ് അരച്ചെടുക്കാൻ പറയുക. കാരണം ഈ മിക്സിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അമ്മ അത് കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ അത് ഓണും ആവത്തില്ല കേട്ടോ. അപ്പോൾ അമ്മ വന്ന് അതങ്ങ് അരച്ച് തരികയാണ്. കുറേ സമയം എടുത്തു കേട്ടോ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മൂർച്ച കുറവായിരുന്നെന്ന് തോന്നുന്നു ബ്ലേഡിൻ്റെത്. അങ്ങനെ ഇളക്കിയും തിരിച്ചും മറിച്ചും അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ചമ്മന്തി എല്ലാം റെഡിയാക്കി എടുത്തു. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോഴത്തേന് എനിക്കൊരു വാഴയിലയിൽ ചോറ് പൊതിഞ്ഞ് വാട്ടി കഴിക്കാൻ ഒരാഗ്രഹം കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നീ വാഴയില വെട്ടിക്കൊണ്ട് വാ, പൊതിഞ്ഞു തരാമെന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ പുറത്ത് പോയി നല്ലൊരു തൂശനില നോക്കി തന്നെ വെട്ടി കേട്ടോ. ഒരുപാട് കട്ടിയുള്ള ഇല വെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് കട്ടി കറഞ്ഞൊരു ഇല തന്നെ നോക്കി വെട്ടിയിട്ട് അമ്മ എനിക്കിപ്പോൾ അത് വാട്ടി തരാൻ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ വാട്ടി തരാം, അമ്മ എനിക്ക് പൊതിഞ്ഞ് തന്നാൽ മതി എന്നും പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് അത് ഞാനിങ്ങ് വാങ്ങിച്ച് നന്നായിട്ട് വാട്ടിയെടുത്തു. അവസാനമായിട്ട് കുരുമുളകും കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കും അല്ലേ, മസാലപ്പൊടി. ഇപ്പൊ തന്നെ മണം ഉണ്ടമ്മേ, നമ്മളിവിടെ നിൽക്കുന്നോണ്ടാ അറിയാത്ത. അല്ല ഗേറ്റിന് പുറത്ത് പോയിട്ടൊന്ന് തിരിച്ചു കയറി വന്നേ. മണമുണ്ട്. അച്ഛൻ ഇവിടെ ചോറുണ്ണാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ അച്ഛാ? അതെ, തയ്യാറായിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് കരിയാപ്പിലയും കൂടെ പിച്ചി ഇട്ട് കൊടുത്തോളൂ. ഞാൻ അച്ഛന് ചമ്മന്തി അരച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയണേ. അച്ഛനാണ് ചമ്മന്തി, എനിക്കും ചമ്മന്തി ഇഷ്ടമാണ്. ഇവിടെ അച്ഛനും ഇഷ്ടമാണ്, വേറെ ആർക്കും ഇഷ്ടമല്ല. കരിയാപ്പിലയൊക്കെ ഇട്ട് കഴിച്ചു നോക്കങ്ങോട്ട്, കഴിച്ചു നോക്കി പറ. ഞാൻ അങ്ങനെ ചമ്മന്തി അരക്കുന്നത്. ഞാൻ അടുപ്പിൽ വെച്ചെടുത്തു ഉപ്പ് നോക്കിയാണ് ഇപ്പൊ റെഡിയാക്കി തരാം. ഉപ്പ് ഇപ്പൊ ശരിയാക്കി തരാം. താമരശ്ശേരി ഇപ്പൊ ശരിയാക്കി തരാം. ഉപ്പുണ്ട്, പാകത്തിനുണ്ട്. ആണോ? അതാ കൂടിയാ കൂടിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറവല്ല എന്തായാലും, കൂടിയൊന്നും എനിക്ക് അറിയത്തില്ല. ചേച്ചി ആ മോളെ ഉപ്പ് നോക്ക്, കൂടിയൊന്നുമില്ല. അതേ പൊടിയുപ്പ് തീർന്നു പോയേട്ടാ. പരലുപ്പ് അതിന് പുളിശ്ശേരി ഇരിക്കുന്നു. ന്യൂസ് പേപ്പർ എടുത്തോണ്ട് വരാം.
അങ്ങനെ കറികളെല്ലാം തയ്യാറായി കഴിഞ്ഞ് എൻ്റെ പൊതി അമ്മ പൊതിഞ്ഞ് തന്നായിരുന്നു കേട്ടോ. അത് ഞാൻ ഷോർട്സ് ആക്കി ഇടാം. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി പൊതിയ കേട്ടോ. മീൻ വറുത്തതും നമ്മുടെ ബീഫെന്ന് എൻ്റെ വായിൽ വരത്തുള്ളൂ, മട്ടൻ കറിയും പിന്നെ നല്ല ഉരുട്ടിയ ചമ്മന്തിയും പിന്നെ എന്തായിരുന്നു വെച്ചാൽ അച്ചാറും എല്ലാം കൂടെ ഒക്കെ വെച്ച് നല്ലതായിരുന്നു. തോരൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. അമ്മ കുറച്ച് തോരനെ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു, പക്ഷേ അത് തന്നെ മതിയായിരുന്നു ചോറുണ്ണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ചോറ് പൊതിയാണ് കേട്ടോ. എനിക്കല്ല ഇങ്ങനെ പൊതിയാൻ നല്ല വാക്കാണ്, കാരണം ഏട്ടൻ ഒരു സമയത്ത് ഫുൾ ടൈം ഇങ്ങനെ ഇലയിലായിരുന്നു പൊതിഞ്ഞു കൊടുത്തു വിടുന്നത്. കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇലക്കാരും നിങ്ങൾ മാറടാ പൂസേ. അപ്പു അല്ലല്ലോ, അപ്പു തിന്ന ഒരു പാത്രത്തിൽ കാണും. സമ്മതിക്കൊള്ളാമോ എന്നൊക്കെ ആണോച്ചാ തന്ന ടേസ്റ്റ് കണ്ടോ ഇത് കഴിച്ച് ഈ ചമ്മന്തി കഴിച്ചിട്ടാ ചീച്ചേട്ടൻ പറയുന്നത് ഇവിടുത്തെ ചമ്മന്തി കൊള്ളത്തില്ലെന്ന്. മനസ്സിലായ? ഞാൻ എല്ലാം ഇടും, ഇഞ്ചി ആണ്. ഇറച്ചിയും ചമ്മന്തിയും ചിമോരി കറി. ഇറച്ചി അവന് 2 കഷ്ണം മാത്രം മതി അമ്മ. ശരി, അതും കൊടുക്കാൻ പോയി മതി. മീൻ പൊരിച്ചത്. ഇത്തിരി ചമ്മന്തി മതി അമ്മ. ഇച്ചിരി ഒഴിക്കണം, ഒരു ഇത്തിരി സൈഡിൽ ഒഴിച്ചാൽ മതി. ഓക്കെ. അപ്പുക്കുട്ടൻ്റെ ചോറെല്ലാം വാരി കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം എൻ്റെ ഇല പൊതിഞ്ഞ് തന്നെ വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എടുത്തങ്ങോട്ട് തുറന്ന് കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല, അത്രയും ടേസ്റ്റായിരുന്നു. പിന്നെ അമ്മയുടെ മട്ടൻ കറി ഒരു രക്ഷയില്ല, നല്ല എരിയൊക്കെ നല്ല പാകത്തിനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടനൊക്കെ ഓട്ടായിരുന്നു. ഒന്ന് കഴിക്കേ. അങ്ങനെ അതങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാം വിചാരിക്കുന്നത് ആ സ്രാവിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് TV ഒക്കെ കണ്ടു കേട്ടോ. ഒരു അരമണിക്കൂറോളം TV ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ റൂമിൽ പോയിട്ട് പിന്നെ തമാശ പറച്ചിലും ചിരിയൊക്കെ ആയിരുന്നു. ഒരു കോമഡി കണ്ടതാ. ദൈവത്തോട് പറഞ്ഞോ, അവനൊരു കോമഡി നമ്മ ദൈവം. അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന അപ്പൂന്റെ തലയിൽ അമ്മ വന്നൊന്ന് ചൊറിഞ്ഞ് ഇതുപോലെ കൊടുത്തു കിടന്നു കേട്ടോ. പിന്നെ അമ്മയുടെ പുറകെ നടന്നു, ഇനി എൻ്റെ തലയിൽ പേൻ നോക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പം അപ്പൂൻ്റെ തലയിൽ പേനൊക്കെ ഉണ്ട്, അവിടെ ഇവിടെ ഈരൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അതിൻ്റെ ഷാമ്പും കാര്യങ്ങളും ഒന്നും നമ്മൾ വാങ്ങി യൂസ് ചെയ്യാത്തത്. മാത്രമല്ല ഇനി അപ്പൂൻ്റെ സ്കൂളിനോടൊപ്പം പ്രമാണിച്ച് ഈ മുടി മൊത്തം വെട്ടി താഴെ ഇറക്കും. അപ്പോൾ ഉള്ളതൊക്കെ അങ്ങ് പൊക്കോളും കേട്ടോ. മൊബൈലൊക്കെ എല്ലാവരും ടാറ്റാ. ടാറ്റാ. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ചക്കവറ്റിലൊക്കെ വാങ്ങിച്ചു കേട്ടോ. സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേനും നമുക്ക് കടയിലോട്ട് പോകണമായിരുന്നു. നാളെ അപ്പുക്കുട്ടൻ്റെ പിറന്നാളാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നാളെ അപ്പുക്കുട്ടൻ്റെ പിറന്നാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടൻ വന്നിട്ട് ഏട്ടനൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ രാത്രിയിൽ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോവാം. ചെറിയ രീതിക്ക് എൻ്റെ അപ്പുക്കുട്ടന് ഇച്ചിരി സദ്യ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രാത്രിയിൽ ഇറങ്ങുക കേട്ടോ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആളുകള് പോലും തിന്നൂല.
നിങ്ങൾ പാട്. അരികിയ പരവത്ത് എന്തിനാ ആളുകൾ പോലും തിന്നൂല അത് പാലില്ല. പാടില്ല. എനിക്ക് എന്തെങ്കിലും മച്ചരുവോ അമ്മ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു ഇല്ലമ്മ. ഓക്കെ നൂത്തല്ല അമ്മ ബ്രെഡ് ഇരിക്കുന്നില്ല പ്ലീസ്. ഞാൻ വാങ്ങും 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 എന്തൊക്കെ പറഞ്ഞാലും വാങ്ങും. എനിക്ക് ഒത്തിരി നാളായി തിന്നത്. വാങ്ങും വാങ്ങും വാങ്ങും. അപ്പോ നാളെ വരെ ഉള്ളു. അല്ലെങ്കിൽ ഞാൻ ലേസ് എടുക്കും ഇതെടുക്കും. ഏത് വേണം? ലേസ് വേണോ ഇത് വേണോ? ഇത് വേണം. തൊട്. ഏതാ വെള്ള കുറഞ്ഞത്? ഏതാ? തൊട്. ഏടാ പാടാ രണ്ടും എടുക്കണ്ട. എടുക്കും പ്ലീസ്. രണ്ടും പ്ലീസ് ഏതെങ്കിലും ഒന്ന് എടുത്തോത്തിന് അച്ഛൻ്റെ കാലെടുക്കാച്ച പ്ലീസ് പ്ലീസ് അച്ഛാ. ഒന്നെടുത്തോത്ത അല്ലെങ്കിൽ ഒന്നെടുത്തോത്ത. അത് അതെടുത്തോത്ത അല്ലെങ്കിൽ ഇതെടുത്തോത്ത്. ന്യൂട്ടെല്ലാം ആരാ കൊണ്ടുവരുന്നത്? ആര് കൊണ്ടുവരും? എനിക്ക് അതൊന്നും വേണ്ട, ഇത് മതി. എനിക്ക് കുറെ നാളെടുക്കും അത് വരെ. അതൊന്നും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം പ്ലീസ്. അത് തിരിച്ചു വെക്കും. അതെന്റെ ഈ ബില്ലടയ്ക്കാൻ പൈസ. ഇനി നോക്കത്ത് എന്തെങ്കിലും ഒന്നും വേണ്ട. ആവശ്യത്തിന് ഇപ്പൊ കയ്യിലിരിക്കുന്ന ബോളോ ഇല്ല. ഒരു ഓർന്നെങ്കിൽ ഇല്ല 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 രണ്ടെണ്ണം കൂടി ഇല്ല ഇല്ല. ഇത് തിന്നാൻ എന്തെങ്കിലും വിളിച്ചാ തിന്നാൻ വീട്ടില് എന്നാ ബോള് തിരിച്ചു കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയ്ക്കാൻ കൊണ്ട് പക്ക് മുട്ടായി വാങ്ങിച്ചെന്റെ ജോലി ചെയ്തു. എടുത്തു വെക്ക്. എടുത്തു വെക്കുകയോ? എന്നോട് ചോദിച്ചിട്ടാണോ മുട്ടായി എടുത്തേ? ആണോ? തിരിച്ചു പറക്കി വെക്ക്.